അമേരിക്കയ്ക്ക് മതിയായിട്ടുണ്ട്. ഇത്ര നാളും കൂടെ കൊണ്ടു നടന്ന് പാലൂട്ടി വളർത്തിയ പാമ്പ് തിരിഞ്ഞു കൊത്തുമ്പോൾ ആർക്കാണ് ഹാലിളകാത്തത് അല്ലെ? അതാണ് ട്രംപിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൊണ്ടു നടന്ന് എല്ലാ കുഴികളിലും ചാടിച്ച ഇസ്രായേലിനെ കൈവിടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അമേരിക്കയുടെ മുന്നിൽ നിലവിലില്ല. എല്ലാത്തിനും ഒപ്പം നിന്ന് സാമ്പത്തികമായും ആയുധബലവുമായും ഒക്കെ കൂടെ ചേർന്ന് നിന്ന ഇസ്രായേലിനോട് ഒടുവിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ശബ്ദമുയർത്തി ട്രംപിന് പറയേണ്ടി വന്നു, തോന്നിവാസത്തിന് പരിധിയുണ്ട് എന്ന കാര്യം. ഇത്ര നാളും ലോകം മുഴുവൻ പറഞ്ഞ കാര്യം ഇപ്പോഴെങ്കിലും അമേരിക്കയ്ക്ക് മനസ്സിലായല്ലോ എന്ന ആശ്വാസത്തിലാണ്. എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് നോക്കാം. ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂകമ്പ മാപിനികളെല്ലാം ഒരേ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വേദിയിൽ മാറ്റമില്ലാതെ തുടർന്ന ഒരു സമവാക്യമുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അചഞ്ചലമായ സൗഹൃദമാണത്. എന്നാൽ ആ മഹാസഖ്യത്തിന്റെ അടിത്തറ ഇളകുന്ന, ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള വൻ അട്ടിമറികളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ഇനിയും ഇങ്ങനെ അന്ധമായി ചുമന്നുകൊണ്ട് നടന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക നാറുമെന്നും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വാധീനം പൂർണ്ണമായി തകരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന അതീവ രഹസ്യമായ ഫോൺ സംഭാഷണത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഇസ്രായേൽ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ വൺ ട്വിസ്റ്റ് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് എന്നതാണ് പറയാനുള്ളത്. ഈ ഫോൺ സംഭാഷണത്തിനിടെ നയതന്ത്ര ബന്ധങ്ങളിലെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നെതന്യാഹുവിനെ ട്രംപ് അതിരൂക്ഷമായി അധിക്ഷേപിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് നെതന്യാഹുവിനെ കൊണ്ട് ട്രംപിന് പൊറുതിമുട്ടിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ നടപടികൾ തന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങളെ ആകെ അട്ടിമറിക്കുന്നുവെന്ന തിരിച്ചറിവാണ് ട്രംപിനെ പ്രകോപിതനാക്കിയത്. രണ്ടാം വട്ടവും വൈറ്റ് ഹൗസിലേക്ക് എത്തിയ ട്രംപ് ആഗ്രഹിക്കുന്നത് ലോകത്തിന് മുന്നിൽ മഹാനായ സമാധാന സ്ഥാപകനായിട്ട് അറിയപ്പെടാനാണ്. എന്നാൽ ട്രംപിന്റെ ആഗോള പ്രതിച്ഛായ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ നിലവിലെ നീക്കങ്ങളൊക്കെ. ലബനിലും ഗാസയിലും ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ ആഗോള വേദിയിൽ വലിയ ജനരോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ളത്. സ്വന്തം രാജ്യത്തിന്റെ അന്തസ് കളഞ്ഞു കുളിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായി ട്രംപ് ഇസ്രായേലിനെതിരെ നടപടിയെടുത്തു എന്നല്ലേ? അതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങൾ അമേരിക്കയ്ക്ക് പറയാനുണ്ട്. ഇത്തരം അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭാവിയെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കണം. അതായത് നമ്മൾ സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള മാർഗങ്ങളും നമ്മൾ അതോടൊപ്പം തന്നെ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പുതുതായിട്ട് വരുന്ന അവസരങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം കിട്ടാനുള്ള ഒരു നിക്ഷേപ അവസരം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ HDFC ലൈഫിന്റെ ടോപ്പ് 500 സ്മാർട്ട് വാല്യൂ 15 ഫണ്ട് NFOയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള മികച്ച കമ്പനികൾ ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ മാർക്കറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ ലാഭം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ ബാങ്കിലൊക്കെ പൈസ ഇടുമ്പോൾ കിട്ടുന്ന 5-6% അല്ല ഇവിടെ NFOയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺസ് പരിശോധിച്ചാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ശരാശരി 28%, 10 വർഷത്തിൽ 20% റിട്ടേൺ ആണ് ഓരോ വർഷവും കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നിങ്ങൾ ഇവിടെ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന്റെ 120 മടങ്ങുകളിൽ ലൈഫ് കവറും ഉണ്ട്. കൂടാതെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും കൊടുക്കണ്ട. പ്രവാസികൾക്കും 18,000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. 5 വർഷം വരെ ലോക്കിംഗ് പീരീഡ് ഉള്ളത് കൊണ്ട് മാസാമാസം അടയ്ക്കാവുന്ന ഒരു തുക തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. പിന്നെ ഈ NFOയുടെ അവസാന തീയതി ജൂൺ 15 അതായത് ഇനി 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനു മുൻപായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ലിങ്ക് ചെക്ക് ചെയ്യുക. തിരികെ വന്നാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ഭിന്നതയ്ക്ക് പിന്നിൽ കൃത്യമായ ചില ഭൂരാഷ്ട്ര തന്ത്രപരമായ കാരണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഇവർക്ക് ഇതിന് പിന്നിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തന്നെയാണ്. ഇറാനുമായി ഒരു പുതിയ ആണവ കരാറിൽ ഒപ്പുവെക്കാനും അതുവഴി പശ്ചിമേഷ്യയിൽ താൽക്കാലികമായെങ്കിലും സമാധാനം കൊണ്ടുവരാനും ട്രംപ് ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ സമാധാന ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണാത്മക സമീപനം തന്നെയാണ്. ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കാനും അവരുമായിട്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുമാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ യുദ്ധത്തിൽ US സൈന്യത്തെ കൂടി പങ്കാളികളാക്കാനുള്ള ഇസ്രായേലിന്റെ ഈ തന്ത്രം
ട്രംപ് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് പറയാനുള്ളത്. മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിന് വേണ്ടി അമേരിക്കൻ പണവും സൈനികരുടെ ജീവനും കളയാൻ താൻ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഈ ഫോൺ സംഭാഷണം കേവലം രാഷ്ട്രീയ വിയോജിപ്പുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായ വലിയ കടന്നാക്രമണങ്ങൾ കൂടിയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ട്രംപ് മടിച്ചിട്ടില്ല. തന്റെ രാഷ്ട്രീയ സ്വാധീനവും മുൻകാലങ്ങളിലെ സഹായവും കാരണമാണ് നെതന്യാഹു ഇസ്രായേലിലെ അഴിമതി കേസുകളിൽ നിന്നും ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ട്രംപ് മുഖത്തു നോക്കി തുറന്നടിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ കരിയർ തന്നെ തന്റെ കൈപ്പിടിയിലാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ അതിരുകടന്ന പ്രതികാര നടപടികൾ തനിക്ക് ഇനി അസ്വീകാര്യമാണ് എന്ന് കടുത്ത ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ വർഷങ്ങളായി വാഷിംഗ്ടണിൽ തുടരുന്ന ഇസ്രായേൽ പ്രീണന നയത്തിൽ അമേരിക്ക വലിയൊരു യൂടേൺ എടുക്കുകയാണ് എന്ന കാര്യമാണ് ഉറപ്പായിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് അമേരിക്ക എപ്പോഴും പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ മറവിൽ ലെബനിലെ സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ആക്രമണ രീതികളെ പിന്തുണയ്ക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾ ഒന്നടങ്കം ബോംബിട്ട് തകർക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരമായ നീക്കങ്ങൾക്കെതിരെ ട്രംപ് പരസ്യമായി തന്നെ തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ നിറയുമ്പോൾ അമേരിക്കയുടെ മനുഷ്യാവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഈ യുദ്ധവെറി അമേരിക്കയുടെ ആഗോള നയങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ കടുത്ത ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ ബെയ്റൂട്ടിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്താൻ ഇസ്രായേൽ നിർബന്ധിതരായി എന്നത് ശ്രദ്ധേയമായ ഒരു മാറ്റം തന്നെയാണ്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങാൻ അവർക്ക് തൽക്കാലം മറ്റു വഴികളില്ലായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ആയുധപ്പുരകൾ നിറയുന്നതും സാമ്പത്തിക അടിത്തറ ഭദ്രമായിരിക്കുന്നതും അമേരിക്ക നൽകുന്ന സഹായങ്ങൾ കൊണ്ട് തന്നെയാണ്. എങ്കിൽ പോലും ആക്രമണം താൽക്കാലികമായി നിർത്തിയതിനു ശേഷവും നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ തികച്ചും ധിക്കാരപരവും അമേരിക്കയെ വെല്ലുവിളിക്കുന്നതും തന്നെയായിരുന്നു. ഈ ഒരു സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഇനിയും ചുമന്നാൽ ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ പതനം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവിലാണ് ട്രംപ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വലിയ ആഗോള നേതാവായി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ട്രംപിനെ സംബന്ധിച്ച് നെതന്യാഹുവിന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധക്കൊതി വലിയൊരു തടസ്സം തന്നെയാണ്. അറബ് ലോകവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പെട്രോ ഡോളറിന്റെ പദവി നിലനിർത്താനും അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ സമാധാനം അനിവാര്യവുമാണ്. യുദ്ധം ചെയ്തല്ലോ എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ നയം മാറ്റാൻ അമേരിക്ക നിർബന്ധിക്കുന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാര കൈമാറ്റത്തിന് തന്നെയാണ് വഴി തുറക്കുക എന്ന കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. പതിറ്റാണ്ടുകളായി തുടരുന്ന US ഇസ്രായേൽ സഖ്യത്തിൽ വീണിരിക്കുന്ന ഈ വിള്ളൽ അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല കേട്ടോ. ഒരു വശത്ത് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നെതന്യാഹു, മറുവശത്ത് ഇസ്രായേലിനെ ചുമന്ന് നാണം കെടാൻ വയ്യെന്ന് പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപും അമേരിക്ക കൈവിട്ടാൽ സാമ്പത്തികമായും സൈനികമായും ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര യുദ്ധം എങ്ങോട്ട് തിരിയുമെന്നും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇത് എന്ത് തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുകയെന്നുമാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതായത് അമേരിക്ക കൈവിട്ട ഇസ്രായേലിന് ഇനി ആരാണ് തുണയ്ക്കുക? ഒരുപാട് മനുഷ്യരുടെ രക്തം പുരണ്ട ഇസ്രായേലിന് ഇനിയെങ്കിലും നല്ല ബുദ്ധി വരട്ടെ, അല്ലെ? ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പണം വളർത്താനും ഭാവിയിലേക്ക് സാമ്പത്തികമായ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും ഒരു നിക്ഷേപ അവസരത്തെ കുറിച്ച് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂൺ 15-നാണ്. ഇനി 12 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. അതിനു മുൻപ് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും അമേരിക്ക വരുത്തിയ ഈ ട്വിസ്റ്റിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ.